ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ഫോണുകളിൽ ഉള്ള ഈ ഈ കാണുന്ന വിഡ്ജറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനുകളെ കുറിച്ചാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫോൺ പേ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് നമ്മളിപ്പോൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ QR കോഡൊക്കെ പേ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഫോൺ പേയിൽ കയറി അതിൻ്റെ QR കോഡ് എടുത്ത് ഒക്കെ നമ്മൾ എടുത്ത് വന്ന് നമ്മൾ സ്കാൻ ചെയ്ത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്കിത് ഈ സെറ്റിങ്സിലൂടെ ഇത് ചെയ്തു വെച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് ക്ലിക്കിലൂടെ നമുക്കത് സ്കാൻ ചെയ്ത് പേ ചെയ്യാൻ കഴിയുന്ന ഓപ്ഷനുകളാണ് ഇതിലൂടെ ഒക്കെ ഉള്ളത്. അതുപോലെ പല ആപ്ലിക്കേഷൻ്റെയും ഷോർട്ട് കട്ടുകൾ നമുക്ക് ഇതുപോലെ ചെയ്തു വെക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമ്മൾ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്ത് നമ്മൾ ഫോണിൻ്റെ ഏതെങ്കിലും ഡിസ്പ്ലേയിൽ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക. മിനിറ്റ്. അങ്ങനെ ഒഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ ഒഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ അടിയിൽ കാണിക്കുന്നുണ്ട് വിഡ്ജറ്റ് എന്ന്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരും. ഒരുപാട് ഓപ്ഷനുകൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്കിതിന് മുകളിൽ തന്നെ കാണിക്കുന്നുണ്ട് ക്ലോക്ക്. അപ്പോൾ ക്ലോക്കിൻ്റെ ഒരുപാട് സെറ്റിങ്സുകൾ ഇതിലുണ്ട്. ഒരുപാട് സെറ്റിങ്സുകൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്തേക്കണം. എക്സാമ്പിൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഈ മോഡലൊന്ന് സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, കണ്ടോ? ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം ഏത് ഭാഗത്തൊക്കെ ഇത് നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ട തോന്നിയാൽ നമുക്ക് ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് റിമൂവ് വിഡ്ജറ്റ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആയി പോകുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് അങ്ങനെ നമ്മളൊരുവിധ ആപ്ലിക്കേഷനുകളിലൊക്കെ അതിൽ നിന്ന് വേണ്ട പ്രധാനപ്പെട്ട സെറ്റിങ്സുകൾ നമുക്കിങ്ങനെ ചെയ്തേക്കാൻ പറ്റും. നമ്മളെ PDF റീഡർ, കലണ്ടർ, നമുക്ക് വേണ്ട രൂപത്തിൽ കലണ്ടർ സെറ്റ് ചെയ്തേക്കാൻ പറ്റും. പിന്നെ ChatGPT ഒരു ഓപ്ഷനുകൾ, നമുക്ക് ChatGPT ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ആക്സസ് ചെയ്യാൻ വളരെ ഉപകാരപ്പെടുന്ന ഷോർട്ട് കട്ടുകളാണ്. പിന്നെ അതുപോലെ നമ്മളെ കോണ്ടാക്റ്റ്, ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഡിജിറ്റൽ വെൽബിങ്, ഒരുപാട് ഗൂഗിൾ ഡ്രൈവ്, ഫേസ്ബുക്ക്, അങ്ങനെ ഗൂഗിൾ ജെമിനിയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ലൈവായിട്ട് നമുക്കൊക്കെ പെട്ടെന്ന് ലൈവായിട്ടൊക്കെ ആരുടെ ചാറ്റ് ചെയ്യണമെങ്കിലൊക്കെ അതൊക്കെ പെട്ടെന്ന് നടക്കും. പിന്നെ നമ്മളെ ജിമെയിലിൻ്റെ ഓപ്ഷന്, ഗൂഗിൾ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ കാണുന്നുണ്ട്. നമ്മളെ യമോ, ഗൂഗിൾ മാപ്പ്, സ്ഥിരമായിട്ട് ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് ക്ലിക്കിലൂടെ നമുക്ക് അതിൻ്റെ ഓപ്ഷനുകളിലേക്ക് കയറി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ പ്രധാനപ്പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ഗൂഗിൾ പേയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ QR കോഡ് ഞാനിപ്പോൾ എൻ്റെ ഡിസ്പ്ലേക്ക് സെറ്റ് ചെയ്ത് വെച്ചത് കണ്ടോ? ഇതിപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ QR കോഡ് സ്കാൻ ചെയ്യാൻ. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതങ്ങനെ കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. ഞാനിതിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. വാട്സാപ്പിലെ ചില ഫീച്ചേഴ്സുകൾ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ. യൂട്യൂബൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ, നമുക്ക് പെട്ടെന്ന് ഷോർട്ട് അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ ഷോർട്ട് കട്ടായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. അപ്പോൾ ഓരോന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത്. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഒരുപാട് ഇതൊക്കെ നമ്മളെ ഡിസ്പ്ലേക്ക് നമുക്ക് ആവശ്യമുള്ളത്, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സംഗതികൾ നമ്മളെ ഹോം പേജിലേക്ക് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ വിഡ്ജറ്റ് എന്ന് പറയുന്നത്.
ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ സാംസങ് ഫോണിൽ ഇത് ചെറിയൊരു സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് സാംസങ് ഫോണിലേക്ക് ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണെന്നുള്ളത്. സാംസങ് ഫോണിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്ക്രീനിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ മാതിരി ഇതേമാതിരി വിഡ്ജറ്റ് എന്ന് വരുന്നുണ്ട്. നമ്മളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളിവിടെ ഓരോ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചത് ഓപ്പോ ഫോണിലായിരുന്നു. ഇവിടെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ അതിലുള്ള സെറ്റിങ്സുകൾ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അതിൽ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളതാണ് ഇതിൽ കാണുന്നത്. കണ്ടോ, അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ ഇതാ കണ്ടോ, അങ്ങനെയുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് നമുക്കിങ്ങനെ നമ്മളെ ഡിസ്പ്ലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ, ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു, ബൈ.